നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ്. ഇപ്പോൾ സമയം ഏകദേശം എത്രയായി? സമയം 7 മണി. എന്താണ് പേര്? എൻ്റെ പേര് വി നാഗരാജേഷ്. വി നാഗരാജേഷ്. Yes. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം എത്ര ഉണ്ട്? പ്രായം എന്താ ഉണ്ട്? 38. എൻ്റെ കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 14 ജില്ല. എത്ര? 14 ജില്ല. ഇദ്ദേഹത്തിന് വട്ടുണ്ടോ ഇല്ലേ നിങ്ങൾ തീരുമാനിക്കുക, പ്രേക്ഷകർ തീരുമാനിക്കുക. അടുത്ത ചോദ്യം, എവിടെയാണ് സ്വന്തം സ്ഥലം? എൻ്റെ യഥാർത്ഥ സ്വന്തം വീട് ഭൂതക്കുളം, പരവൂർ, ചക്കവളമുക്ക്. അതിപ്പോൾ അടഞ്ഞു കിടക്കണം? അതെ, തീർച്ചയായിട്ടും. അതെന്താ അടഞ്ഞു കിടക്കുന്ന കാര്യം? അടഞ്ഞു കിടക്കുന്നത് അതിനകത്ത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് മൊത്തം ഇടിഞ്ഞൊളിഞ്ഞ് പോയതുകൊണ്ട്. നമ്മൾ മാത്രമുള്ള വീട്ടിലെ മകനായിട്ട്? അതെ. അച്ഛനും അമ്മയും നിലവിലില്ല? ഇല്ല. അച്ഛനും അമ്മയും നിലവിലില്ല. ഇപ്പോൾ ആരോടാണ് താമസിച്ചു വരുന്നത്? ഇപ്പോൾ ഞാൻ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലാണ്. ഈ ചിറ്റപ്പനും ഇവരൊക്കെ ഇങ്ങനെ മാനസികപരമായിട്ട് രോഗിയാണ്, അല്ലെങ്കിൽ മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ വട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ വട്ട് പിടിച്ചവരാണ്, അല്ലെങ്കിൽ ഭ്രാന്തനാണെന്നൊക്കെ അവരും നിങ്ങളെ മുദ്ര കുത്താറുണ്ടോ? അതോ നല്ലൊരു ഇതാസാണോ നിങ്ങളെ കാണുന്നത്? സാർ പറഞ്ഞത് കറക്റ്റാണ്. എന്നെ അങ്ങനെ മുദ്ര കുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവർ മുദ്ര കുത്തിക്കൊണ്ടായിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വിദ്യാഭ്യാസത്തിലോ ഏതൊരു പുസ്തകം കണ്ടാലും, ഏതൊരു ഇംഗ്ലീഷും മാറ്റർ കണ്ടാലും നിങ്ങൾക്ക് വായിക്കാൻ ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുന്നുണ്ട്. മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എഴുതി തെളിയിരിക്കുന്ന ഒരു സംഭവമാണ്. അച്ഛൻ ഒരു തെറ്റായ നടപടിയാണ് അച്ഛൻ ചെയ്തു വെച്ചത്. അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണ്, ഒരു ഭ്രാന്തനാണ്, അല്ലെങ്കിൽ ഒരു വട്ടാണ് എന്നുള്ള രീതികളല്ലേ ചെയ്തു വെച്ചേക്കുന്നത്. ഇദ്ദേഹത്തിന് കൃത്യമായി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒരു ട്രൂത്തിന്റെ ഭാഗത്തിലേക്ക് ജീവിച്ചു പോകുന്ന ഒരു നല്ലൊരു ഡിവോട്ടിയാണ്, നല്ലൊരു സായി ഡിവോട്ടിയാണ് എന്നുള്ളൊരു അഭിപ്രായം. അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് പ്രയാസമുണ്ട്? അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ ഒരു പ്രയാസം ഉണ്ട്. അച്ഛനും അമ്മയും ആരാണ് ഇങ്ങനെ ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ എഴുതി തെളിയതും ഇങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ തയ്യാറാക്കിയത്? അച്ഛന് ആക്ച്വലി എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ. അച്ഛൻ ഇത് ചെയ്യണമെന്ന ആഗ്രഹമൊന്നും അച്ഛന് ഇല്ലായിരുന്നു. പക്ഷെ അച്ഛൻ്റെ വർക്ക് ചെയ്തിരുന്നത്, അതായത് പരവൂർ സെൻ ഇൻട്രാഷണൽ എന്ന ഹോം അപ്ലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ അഭിപ്രായത്തിൻ്റെ ഭാഗമായാണ് അച്ഛൻ ഇത് എഴുതി കൊടുക്കാൻ കാരണമായത്. എഴുതി കൊടുക്കാനാണ്? ഇങ്ങനെ മാനസിക രോഗം നിങ്ങളുടെ മകന് ജോലി കിട്ടാത്ത സ്ഥിതിയിൽ നിങ്ങൾ അങ്ങനെ എഴുതി കൊടുത്താൽ നിങ്ങളെ മോന് നിങ്ങൾ മരിച്ചു പോയാലും ആ പൈസ കൊണ്ട് അവൻ ജീവിച്ച് പോട്ടെ എന്നുള്ള അഭിപ്രായത്തിന്റെ ഭാഗത്തിലാണ്. മാനസിക രോഗിയാണെന്ന് തന്ത എഴുതി കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് നിന്നും മാനസിക രോഗിയ ആനുകൂല്യം കിട്ടും. അതിനുള്ള ഇത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് സർക്കാരിൽ നിന്ന്. മാനസിക രോഗിയ 1600 രൂപ എൻ്റെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. അതിപ്പോ ആരാണ് കൈപ്പറ്റുന്നത്? അതിപ്പോ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ചിറ്റപ്പൻ സുന്ദർ എന്നാണ്. ഈ ചിറ്റപ്പൻ സുന്ദർ നിങ്ങൾക്ക് എന്തെങ്കിലും തുണിയോ വസ്ത്രങ്ങളോ നിങ്ങൾക്ക് ആഹാരമോ തരുന്നുണ്ടോ? ആഹാരം തരുന്നുണ്ട്, അങ്ങനെ വസ്ത്രങ്ങളൊന്നും മേടിച്ച് തരാറില്ല. ആഹാരം ഈ പൈസ അയാളാണ് അദ്ദേഹത്തിന് വെള്ളമടിക്കാനുള്ള ടെൻഡൻസി ഇപ്പോൾ കൂടിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം ആ പൈസ അതിന് വേണ്ടി ചെലവഴിക്കുന്നു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായിട്ടാണോ ഇത് പറയുന്നത്? അല്ല, നിങ്ങൾക്ക് അനുഭവമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്നത്? തീർച്ചയായിട്ടും. ആണോ? അതെ, അങ്ങനെ തന്നെയാണോ? പ്രേക്ഷകരെ കേൾക്കട്ടെ. പ്രേക്ഷകരോട് തന്നെ ധൈര്യപൂർവ്വമായി ഞാൻ പറയുന്നത്. അപ്പം വട്ടെന്നുള്ള ഒരു രീതിക്കിടെ സ്വന്തം അച്ഛൻ ചെയ്തു വെച്ചൊരു വേജ്, ആ വേജി തുടർന്ന് ആ പൈസ ആദ്യം കൃഷ്ണരാജപുരം, രണ്ടാമത് വൈറ്റ് ഫീൽഡിൽ നിന്നും ഞാൻ അവിടെ ലോഡനാക്കുണ്ടി എന്ന സ്ഥലത്തിലേക്ക് ഞാൻ പോയി. അപ്പോൾ അവിടെ വെച്ച് ഒരു സ്റ്റേഷനറി കടയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എനിക്കറിയത്തില്ല. അദ്ദേഹം കണ്ണൂർക്കാരനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ തിരക്ക്, ഇനി എന്തിനാ നിൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ കാരണമായത് എന്താ സാഹചര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചിറ്റപ്പൻ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എങ്ങനെ മിസ്സിങ് ആയി ഇവിടെ വരാൻ കാരണം. പക്ഷേ ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ പുട്ടപ്പർത്തി പോയി സെറ്റിൽ ആവണം എന്നായിരുന്നു എൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പോൾ അത് നടന്നില്ല. അത് രാത്രിയിൽ 9 മണിക്ക് ബസ്സുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും 9 മണിക്ക് ബസ്സിൽ കയറിയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല. കണ്ടക്ടർ എന്നെ വലിയൊരു കാട്ടിനകത്ത് ഇറക്കി വിട്ടിട്ട് അവർ പോയി. എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കുറേ പാടുപെട്ടു. രാവിലെ ഒരു 10 മണിയോളം ഞാൻ ആ കാട്ടിനകത്ത് കിടന്ന് കറങ്ങി. വീട്ടുകാർ ഭ്രാന്താന്ന് പറയുമ്പോൾ എങ്ങോട്ട് നിന്നാലും സത്യസന്ധത വെളിപ്പെടുത്താൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് സത്യസന്ധത വെളിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ പോലും
വീട്ടുകാരിങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അവിടെ ജനങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും അല്ലേ? പോലീസിനെ വിളിച്ചപ്പോൾ ആളെ കാണാൻ പോലും ഇതാണ് പറയുന്നത്, നമുക്ക് ഭ്രാന്താണെന്ന് പറയും. അല്ലേ? നമുക്ക് വട്ടാണെന്ന് പറയും. ഇദ്ദേഹം ഇന്ന് പോലീസുകാരോട് കുറച്ച് രൂപ കൊടുത്ത് എന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ സ്റ്റേഷനറി കടക്കാരനായ അദ്ദേഹം എൻ്റെ പാസ്ബുക്ക് മേടിച്ച് കമ്പ്യൂട്ടറിൽ മൊത്തം ഡീറ്റെയിൽസ് പോലീസുകാർക്ക് അയച്ചു കൊടുത്തു. ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്തു. അവർ മാറാവേഷത്തിൽ വന്നു. ഹോട്ടലിലെ മാനേജർമാരാണെന്ന നിലയ്ക്ക് ഇവിടെ എന്നെ വിളിക്കാനായിട്ട് അവിടെ വന്നു. അവിടെ വന്ന ശേഷം അവർ അദ്ദേഹത്തിനോട് പറയുകയാണ്, ഞങ്ങൾ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റിനായിട്ട് എന്നെ നിർത്താനായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചുകൊണ്ട് എയർ ബസ്സിലോട്ട് കയറിയത്. അവിടെ ആ എയർ ബസ്സിൽ കയറിയ ശേഷം ഞാൻ ഉള്ളത് ചോദിച്ചു, നിങ്ങളെ പേര് എസ്.എ. രാജേഷ് എന്നല്ലേ? ഇത് കൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളെ പേര് എസ്.എ. ബൈജു അല്ലേ? എനിക്ക് നിങ്ങളെ രണ്ടുപേരെ എനിക്ക് നല്ലോണം അറിയാം, ഞാൻ മറന്നു പോകത്തില്ല. അപ്പോഴും പോലും അവർ എൻ്റെ അടുത്ത് കള്ളമാണ് പറഞ്ഞത്. ഞങ്ങൾ എൻ്റെ ഹോട്ടൽ മാനേജർമാരാണ്, റിസപ്ഷനിസ്റ്റായിട്ട് നിങ്ങളെ വിളിച്ചോണ്ട് പോകാനായിട്ട് വന്നതാണ്. തീർത്തും ഞാൻ പറഞ്ഞ്, നിങ്ങളെ ദൈവത്തിന് മോളി സത്യമായിട്ട് പറ, നിങ്ങളെ പേര് എസ്.എ. രാജേഷ് അല്ലേ? അപ്പോഴാണ് അവർ പറയുന്നത് ഉള്ളത്. ശരി, ചെറുതായിട്ട് ഞാൻ പോലീസാണെന്ന് നോക്കാൻ ചെറുതായിട്ട് വിരട്ടിയായിരുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരും പറയുന്നത്, എൻ്റെ പേര് എസ്.എ. രാജേഷാണ്, അദ്ദേഹത്തിൻ്റെ പേര് എസ്.എ. ബൈജു ആണ്. അപ്പോൾ നിങ്ങളെ ചിറ്റപ്പൻ നിന്നെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഇത്ര 6000 രൂപ അത്ര രൂപ കൊടുത്തു വിട്ട് പറഞ്ഞു വിട്ടതാണ്. അടുത്ത ദിവസം രാവിലെ കൊല്ലം മജിസ്ട്രേറ്റ് ഓഫീസിൽ എത്തിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ എയർ ബസ് കയറി രാവിലെ 6 മണിയായപ്പം കൊല്ലം ജംഗ്ഷനിലെത്തി. മജിസ്ട്രേറ്റ് കോർട്ടിലേക്ക് എത്തി. അവിടുത്തെ കോർട്ടിലെ മാഡം ചോദിച്ചു, നിനക്ക് ഇവരെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞ താല്പര്യമുണ്ട്. അവരെന്തെങ്കിലും ദേഹോപദ്രവമോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഇല്ല മാഡം, എനിക്ക് അങ്ങനെ ഒരു കഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല മാഡം. അപ്പോഴും പോലും ഇവർ രണ്ടുപേരും വിട്ടുകൊടുക്കാതെയാണ് ഞാൻ സംസാരിച്ചത്. അതെ, ഈ ചിറ്റപ്പനെയും കുഞ്ഞമ്മയും വിട്ടുകൊടുക്കാതെ സംസാരം. അവരെ തെള്ളി പറഞ്ഞില്ല, അവരെ മോനെ പോലും ഞാൻ വിട്ടുകൊടുത്തില്ല, തെള്ളി പറഞ്ഞില്ല. ഇദ്ദേഹത്തിനാണ് ഈ മാനസിക രോഗം ഉണ്ടെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനാണ് പ്രിയപ്പെട്ടവരെ, പ്രേക്ഷകരെ, ഇങ്ങനെയുള്ളവരെ കുറച്ച് ആൾക്കാർ പറയുമ്പോൾ അങ്ങനെ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ കാണരുത്. എന്തായാലും രാജരാജേഷിനെ ഇനി ഈ ചാനൽ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യട്ടെ. നിങ്ങൾ ചെറുപ്പക്കാരനാണ്, എല്ലാവരുടെ വിരൽത്തുമ്പിലാണ് ഈ ചെറുപ്പക്കാരൻ്റെ മറ്റ് വാർത്തകളും നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഒരേ കഴിവുകളും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സഹോദരന്മാരുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചൊരു കലാകാരനും കൂടെയാണ്, പാടാനൊക്കെ വളരെ ആവേശമായിട്ട് ഇരിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപക്ഷെ ഇനി വരും കാലഘട്ടങ്ങളിൽ നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ ഇതുവരെയും ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ മാനസിക രോഗിയാണെന്ന് വീട്ടുകാർ എഴുതി തെളിയിക്കുന്ന സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് എവിടെ പോയാൽ പോലും ഒരു സ്റ്റാൻഡില്ല, ഒരു കസാരയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പോലും തരുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നടക്കുന്ന വളരെ കഷ്ടം പിടിച്ച വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണത്. തീർച്ചയായിട്ടും എല്ലാവരിലും എത്തട്ടെ. നാഗരാജേഷിനോടൊപ്പം കൊല്ലം ബീച്ചിൽ നിന്നും കെ മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.